കോഴിക്കോട് നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. പണയം വെച്ച 60 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 കോടിയോളം ഫിക്സ്ഡ് ഡെപ്പോസിറ്റും സഹകരണ സംഘത്തിൽ കാണാനില്ല. ക്രമക്കേട് വാർത്ത ജനം ടിവിയാണ് ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, വിശദാംശങ്ങൾ. രാഖി, കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹകരണ സൊസൈറ്റിയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ജനം ടി വി വാർത്തകൾ നൽകിയിരുന്നു. അതായത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ഈ ബാങ്ക് ഭരിക്കുന്ന ഭരണസമിതിയും അതോടൊപ്പം തന്നെ അവിടെയുള്ള ജീവനക്കാരും കൈക്കലാക്കിയത്. ഇതിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് മെഡിക്കൽ കോളേജ് പോലീസ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികൾ നൽകിയിരുന്നെങ്കിലും കൃത്യമായ നടപടികളൊന്നും തന്നെ പോലീസ് സ്വീകരിച്ചിരുന്നില്ല, അന്വേഷണവും നടത്തിയിരുന്നില്ല. ഈ ബാങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ സൊസൈറ്റിയിലെ ജീവനക്കാരനായ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിരുന്നു. ഇവിടെ ക്ലർക്കായിരുന്ന അനുരാജ് എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു അനുരാജ്. ഇതിനുശേഷമാണ് ഈ ആത്മഹത്യക്ക് ശേഷമാണ് ഈ സൊസൈറ്റിയിലെ ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. CPM-ന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി നിക്ഷേപകർ ഈ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും മറ്റ് രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് ലോണും ഇവിടെ ഉണ്ട്. അത്തരത്തിൽ ഏകദേശം 60 പവനോളം ഗോൾഡ് ആണ് ഇവിടെ വെച്ച പണയം വെച്ച ഗോൾഡാണ് കാണാനില്ലാത്തത്. അതോടൊപ്പം തന്നെ വനിതാ സഹകരണ ബാങ്കിനെതിരെയാണ് പരാതി ഉയർന്നതും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നതും.